വർഷങ്ങൾ, 3 ഹിറ്റുകൾ, എല്ലാം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ, തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി മുന്നേറുന്ന ഭ്രമയുഗം 50 കോടി ക്ലബിൽ എത്തിയതോടെ സൂപ്പർ താരം മമ്മൂട്ടിയെ തേടി പുതിയൊരു കളക്ഷൻ റെക്കോർഡ് കൂടിയാണ് എത്തിയിരിക്കുന്നത്. 2022-ൽ ഭീഷ്മപർവവും 2023-ൽ കണ്ണൂർ സ്കോഡുമാണ് ആഗോളതലത്തിൽ 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ തുടർച്ചയായി 3 വർഷങ്ങളിലും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാളത്തിലെ ആദ്യ താരമായാണ് മമ്മൂട്ടി മാറിയത്. റിലീസ് ചെയ്ത് 10ാം ദിനത്തിലാണ് ഭ്രമയുഗം ആഗോളതലത്തിൽ 50 കോടി ക്ലബിൽ എത്തുന്നത്. ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിയുടെ വൻ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു അമൽ നീരദ് സംവിധാനം ചെയ്ത ഭീഷ്മപർവം. ബിഗ് ബിക്ക് ശേഷം അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിച്ചപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകരിൽ. ആ പ്രതീക്ഷകൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ചിത്രവും അതിന്റെ ബോക്സ് ഓഫീസ് പ്രകടനവും. 2022 മാർച്ച് 3-നായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം 3.68 കോടി രൂപയാണ് ചിത്രം നേടിയത്. 6 ദിവസം കൊണ്ടാണ് ചിത്രം ബോക്സ് ഓഫീസിൽ 50 കോടി നേട്ടത്തിലെത്തുന്നത്. കേരളത്തിന്റെ ബോക്സ് ഓഫീസുകളിൽ നിന്ന് മാത്രം 45 കോടിയാണ് ഭീഷ്മപർവം കളക്ട് ചെയ്തത്. 2022 ഏപ്രിൽ 3 വരെ സാറ്റലൈറ്റ് ഡിജിറ്റൽ അവകാശങ്ങൾ ഉൾപ്പെടെ 115 കോടിയാണ് ഭീഷ്മപർവത്തിന്റെ ഗ്രേറ്റ് കളക്ഷൻ. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ഫർഹാൻ ഫാസിൽ, സൗബീൻ, ദിലീഷ് പോത്തൻ, അബു സലീം, ലെന, സ്ലിൻഡ, ജിനു ജോസഫ്, വീണ നന്ദകുമാർ എന്നിങ്ങനെ വലിയ താരനിരയാണ് ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. അമൽ നീരദ് തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. സുഷിൻ ശ്യാം തന്റെ പാട്ടുകൾ കൊണ്ട് പടം മികവുറ്റതാക്കി. മമ്മൂട്ടിയുടെ മൈക്കിളപ്പൻ എന്ന വേറിട്ട ഗെറ്റപ്പിൽ അമൽ നീരദിന്റെ സ്റ്റൈലിഷ് മേക്കിങ്ങും ആയിരുന്നപ്പോൾ ഭീഷ്മപർവത്തിന്റെ ഹൈലൈറ്റ് അതൊന്ന് വേറെയായി മാറി. ഛായാഗ്രാഹകനായിരുന്ന റോബിൻ വർഗീസ് രാജ് മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി ചെയ്ത ചിത്രമാണ് കണ്ണൂർ സ്കോഡ്. മേക്കിങ്ങിലും തിരക്കഥയിലും മികവ് പുലർത്തിയ ചിത്രം 9 ദിവസം കൊണ്ടാണ് 50 കോടി ക്ലബിലെത്തിയത്. 2023 സെപ്റ്റംബർ 28-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആദ്യ ദിവസം 2.4 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയത്. ഏകദേശം 6 കോടി രൂപയായിരുന്നു 1ാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. നൻപകൽ നേരത്തെ മയക്കവും റോഷാക്കിനും ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രമാണ് കണ്ണൂർ സ്കോഡ്. ദുൽഖറിന്റെ വെഫറർ ഫിലിംസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചത്. കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് പ്രതികളെ അന്വേഷിച്ചു പോകുന്ന പോലീസുകാരുടെ കഥയാണ് ചിത്രം പറഞ്ഞത്. ജോർജ് മാർട്ടിൻ എന്ന നായക കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക കണ്ണൂർ സ്കോഡിൽ. കിഷോർ കുമാർ, വിജയരാഘവൻ, അസീസ് നെടുമങ്ങാട്, ശബരീഷ്, റോണി ഡേവിസ്, മനോജ് കെ, അർജുൻ രാധാകൃഷ്ണൻ, ധ്രുവൻ, ദീപക് ഷെബിൻ, ബെൻസോൾ, ശ്രീകുമാർ തുടങ്ങി നിരവധി താരങ്ങളും മമ്മൂട്ടിക്കൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഫെബ്രുവരി 15-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. കേരളത്തിൽ നിന്ന് ആദ്യ ദിവസം 3.05 കോടി കളക്ഷൻ നേടിയത്. സാധാരണ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ പടം അല്ലായിരുന്നിട്ടു കൂടി ഭ്രമയുഗത്തെ പ്രേക്ഷകരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നതാണ് ഈ കളക്ഷൻ റിപ്പോർട്ടുകളുടെ പിന്നിൽ. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എത്തിയത്. അർജുൻ അശോകും സിദ്ധാർത്ഥുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. ഈ താരങ്ങൾക്കൊപ്പം അമാൽഡ ലീസ്, മണികണ്ഠനും ഈ ചിത്രത്തിലുണ്ട്. വൈനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിച്ച മലയാളം ചിത്രം കൂടിയാണ് ഭ്രമയുഗം. ചിത്രത്തിന്റെ പശ്ചാത്തലം 17ാം നൂറ്റാണ്ടിൽ മലബാറിൽ നടക്കുന്ന കഥയാണ്. ടി.ഡി. രാധാകൃഷ്ണനാണ് ചിത്രത്തിലെ ഡയലോഗ് ഒരുക്കിയിരിക്കുന്നത്. തമിഴ്, തെലുഗു, കന്നഡ എന്നീ ഭാഷകളിലും ഭ്രമയുഗം പുറത്തിറങ്ങിയിട്ടുണ്ട്. 27.73 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്ന് നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്ര അറിയിച്ചിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായതുകൊണ്ട് ഭ്രമയുഗത്തിന് വലിയ ബഡ്ജറ്റ് ഒന്നും വരില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. അഭിനേതാക്കൾക്ക് വില കൂടിയ കോസ്റ്റ്യൂമുകൾ പോലും ആവശ്യമില്ലെന്നും 12 വെള്ളമുണ്ടുകളുടെ ചെലവ് മാത്രമേ ഉള്ളൂ എന്നാണ് പരിഹാസം. ഇതിനെല്ലാം മറുപടിയായിട്ടാണ് ചക്രവർത്തി രാമചന്ദ്ര രംഗത്തെത്തിയത്. ബ്രഹ്മയുഗത്തിന് മുന്നേ തിയേറ്ററുകളിൽ എത്തിയ പ്രേമലുവും നിലവിൽ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. നിലവിൽ തിയേറ്ററുകളിലുള്ള അന്വേഷിപ്പിൻ കണ്ടെത്തവും, മഞ്ഞുമൽ ബോയ്സും എന്നീ ചിത്രങ്ങളും മികച്ച പ്രതികരണവും കളക്ഷനും നേടി കുതിക്കുകയാണ്.